കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യാദൃശികമായ ഒരു യുവാവ് അവളുടെ മുൻപിലേക്ക് കടന്നു വരുന്നു. കൃത്യസമയത്ത് തന്നെ പെൺകുട്ടി ബ്രേക്ക് ഇട്ടതുകൊണ്ട് ഒരു അപകടം ഒഴിവായി. ധൃതിയിൽ തന്നെ അവനെന്തെങ്കിലും പരുക്കൾ സംഭവിച്ചോ എന്നറിയാൻ പെൺകുട്ടി ചെല്ലുന്നുണ്ട്. എന്നാൽ അവന് യാതൊരു കുഴപ്പവും സംഭവിച്ചിരുന്നില്ല. എന്തെങ്കിലും നഷ്ടപരിഹാരം നൽകാമെന്ന് പെൺകുട്ടിയെ അറിയിക്കുന്നുണ്ട്. എന്നാൽ പൊട്ടിപ്പോയ വേസിന്റെ വില അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് അവൻ പറയുന്നു. തന്നിൽ നിന്ന് അമിതമായി പണം തട്ടിയെടുക്കാനുള്ള ശ്രമമാണെന്ന് കരുതിയ പെൺകുട്ടിയാവട്ടെ വേസിന്റെ വിവരങ്ങൾ ദേഷ്യത്തോടെ തന്നെ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതേസമയം അവിചാരിതമായി അവളുടെ ബോയ്ഫ്രണ്ട് മറ്റൊരു സ്ത്രീയുമായി അടുത്തിടപഴകുന്നത് കാണാനിടയാവുന്നുണ്ട്. എന്നാൽ യുവാവട്ടെ തനിക്ക് യാതൊരുവിധ നഷ്ടപരിഹാരവും വേണ്ട എന്നറിയിക്കുന്നു. ഒടുവിൽ പെൺകുട്ടി നിലത്ത് കിടക്കുന്ന വേസിന്റെ കഷ്ണങ്ങൾ പറക്കി ഒരു കവറിലാക്കി യുവാവിനെ ഏൽപ്പിക്കുകയും ഇത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഒരു വിദഗ്ധനെ അറിയാമെന്നും അറിയിക്കുന്നു. പോകുന്നതിന് മുമ്പായി പെൺകുട്ടി അവളുടെ ബിസിനസ് കാർഡ് ആവട്ടെ യുവാവിന്റെ പക്കൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അവൻ പോകുന്നത് കണ്ടപ്പോൾ പെൺകുട്ടിക്ക് എന്തെന്നില്ലാത്ത കുറ്റബോധം തോന്നി. വീട്ടിലേക്ക് എത്തിയപ്പോൾ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ടിന്റെ അമ്മ അവനോട് സംസാരിക്കുന്നത് അവൾ കേൾക്കാനിടയാവുന്നു. കഴിഞ്ഞ 2 വർഷമായി അവളോടൊപ്പം അവൻ ഉണ്ടായിരുന്നത് പണത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് അവരുടെ സംഭാഷണത്തിൽ നിന്ന് പെൺകുട്ടിക്ക് മനസ്സിലാവുന്നു. അവന്റെ കാമുകിക്ക് വേണ്ടി $2,00,000 അവൻ ഒരു വീടിന് വേണ്ടി ഇതിനോടകം ചെലവാക്കി കഴിഞ്ഞു എന്നും അവൾക്ക് മനസ്സിലാവുന്നു. എന്നാൽ അവളാവട്ടെ ഇതൊന്നും അറിയാത്ത ഭാവം നടിക്കുകയും ചെയ്തു. തുടർന്ന് യുവാവിന്റെ കോൾ അവൾക്ക് ലഭിക്കുന്നുണ്ട്. അപകടം നടന്ന സ്ഥലത്ത് വെച്ച് നാളെ തന്നെ കണ്ടുമുട്ടണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. പിറ്റേ ദിവസം പെൺകുട്ടി യുവാവിനെ കാണാനായി ചെല്ലുന്നു. എന്നാൽ അവന്റെ നേർക്ക് ഒരു കാർ വരുന്നത് കണ്ട് പെൺകുട്ടി ഇടയിലേക്ക് കയറി നിൽക്കുന്നു. അപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലായത്. ആ കാറ് അവന്റേതാണെന്നും അതിനുള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവന്റെ സഹായിയാണെന്നും. കാറിന്റെ മുൻപിലെ സ്വർണ്ണചിഹ്നം കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ജിജ്ഞാസ ഉണർന്നു. പെട്ടെന്ന് തന്നെ പെൺകുട്ടി അവിടെ കാറിലേക്ക് കയറുന്ന യുവാവിനെ സഹായിക്കാനായി ചെല്ലുന്നു. എന്നാൽ അവൻ യാതൊരു കുഴപ്പവുമില്ലാതെ എഴുന്നേറ്റ് തന്നെ നിന്ന് കാറിലേക്ക് കയറുന്നു. അപ്പോൾ മാത്രമാണ് അവന് യാതൊരു തരത്തിലുള്ള വൈകല്യവും ഇല്ല എന്ന് പെൺകുട്ടിക്ക് മനസ്സിലാവുന്നത്. വീൽ ചെയർ ഉപയോഗിക്കുന്ന എല്ലാവരും വൈകല്യമുള്ളവരല്ല എന്ന് യുവാവ് പറയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ അസൗകര്യത്തോടെ ആ കാറിലേക്ക് കയറാൻ സാധിച്ചുള്ളൂ. പൂർണ്ണ ആരോഗ്യവാനായ ഈ യുവാവ് എന്തുകൊണ്ടാണ് വീൽ ചെയറിൽ സഞ്ചരിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും പെൺകുട്ടിക്ക് മനസ്സിലായതേയില്ല. പിന്നീട് പെൺകുട്ടിയാവട്ടെ യുവാവിനെ പുരാതന വസ്തുക്കൾ ശരിയാക്കുന്ന ഒരു കടയിലേക്ക് കൊണ്ടുപോകുന്നു. വെയ്സ് നന്നാക്കണമെന്ന് കടയുടമയോട് പെൺകുട്ടി ആവശ്യപ്പെടുന്നു. യുവാവിന്റെ കയ്യിൽ നിന്ന് പൊട്ടിയ കഷ്ണങ്ങൾ അടങ്ങിയ കവറ് അയാളെ ഏൽപ്പിക്കുന്നുമുണ്ട്. എന്നാൽ വെയ്സിന്റെ പൊട്ടിയ കഷ്ണങ്ങൾ കണ്ട കടയുടമയാവട്ടെ വല്ലാതെ ഞെട്ടിപ്പോകുന്നു. കാരണം അതിന് 300 വർഷം പഴക്കമുണ്ടെന്ന് അയാൾ പറയുന്നു. അപ്പോൾ മാത്രമാണ് അതിന്റെ വില തന്നെ കൊണ്ടും താങ്ങാൻ സാധിക്കില്ല എന്ന് പെൺകുട്ടിയും മനസ്സിലാക്കുന്നത്. 3 മാസത്തിനുള്ളിൽ തന്നെ അത് ശരിയാക്കി നൽകാമെന്ന് കടയുടമ അറിയിക്കുന്നുണ്ടെങ്കിലും 2 മാസത്തിനകം അത് ശരിയാക്കി നൽകണമെന്ന് തന്നെ യുവാവ് നിർബന്ധിക്കുന്നു. എന്തിനാണ് ഇത്ര ധൃതി കാണിക്കുന്നതെന്ന് പെൺകുട്ടി അവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും 3 മാസത്തിനുള്ളിൽ തന്റെ ചിതാഭസ്മം സൂക്ഷിക്കാനുള്ള വെയ്സാണതെന്ന് യുവാവ് മറുപടി നൽകുന്നു. സംശയത്തോടെ തന്നെ എന്തുകൊണ്ടാണ് 3 മാസത്തിനുള്ളിൽ അവൻ മരിക്കുമെന്ന് വിശ്വസിക്കുന്നതെന്ന് പെൺകുട്ടി തിരക്കുന്നുണ്ട്. അതിൽ തനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് യുവാവ് മറുപടി നൽകുന്നു. അതേസമയം തന്നെ പെൺകുട്ടിയുടെ അമ്മ വിളിച്ചിട്ട് 3 ദിവസത്തിനുള്ളിൽ അവളുടെ ബോയ് ഫ്രണ്ടിനെ വിവാഹം കഴിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ അവൾക്കറിയാമായിരുന്നു അയാൾ ഒരിക്കലും അവളെ വിവാഹം കഴിക്കാൻ പോകുന്നില്ലെന്ന്. എന്നാൽ തന്റെ മുൻപിലിരിക്കുന്ന യുവാവിനെ കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ ഒരു പദ്ധതി തയ്യാറാക്കുന്നു.